വീണ്ടും വരുന്ന യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു. ദൈവജനത്തിലെ ആധികാരികതകളെ പഠിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാൽ ഉൾപ്പെടുത്തിയതായ അനേക കാര്യങ്ങൾ ദൈവവചനത്തിൽ വിശ്വാസത്തിന് വേണ്ടി എത്ര പേര് നിലനിൽക്കും എന്നുള്ളതാണ് ഇന്നത്തെ ചിന്ത വിഷയം. എല്ലാവർക്കും വിശ്വാസമില്ല എന്നത് ദൈവത്തിലുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ നിലനിൽക്കുക, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക എത്ര പേരുണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കുക. ദൈവം ഈശ്വരനെ പറയുന്ന ആലോചനകൾ ഒക്കെയും മനുഷ്യനെ ജീവിതത്തിൽ നിലനിർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റുന്ന നമുക്ക് ഉദ്ദേശിക്കാം. വിശ്വാസം പലർക്കും ഇല്ലാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജീവിതത്തിൽ ദൈവവിശ്വാസവും പ്രാർത്ഥനയും പ്രവർത്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് ദൈവം പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാകുന്നതാണ് ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രവൃത്തി ജീവിതത്തിലുണ്ടാകണം എങ്കിൽ മാത്രമേ വിശ്വാസത്തെ കുറിച്ചുള്ളതായ ആധികാരികതയെ മനസ്സിലാക്കാൻ കഴിയും. പലരും പ്രാർത്ഥിക്കുന്നു, പലരും ആരാധിക്കാൻ പോകുന്നുണ്ട്, പലരും ദൈവത്തിനെ കേൾക്കുന്നുണ്ട്, പക്ഷെ പ്രവൃത്തിയില്ല. പ്രവൃത്തിയില്ലാത്ത വിശ്വാസമാണ് സത്യമാണ്. ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ അത് ജീവനില്ലാത്തതുപോലെ ഇന്ന് പലരും വിശ്വാസത്തിന് ജീവനില്ല. എല്ലാവരും പലരും മരിച്ചവരെ പോലെയാണ്. കാരണം പ്രവൃത്തിയില്ല. അതുകൊണ്ട് മരിച്ചവരെ പോലുള്ള വിശ്വാസമാണ് പലർക്കും. എന്നാൽ വിശ്വാസമുള്ളവരുമുണ്ട്, ദൈവജനം പറയുന്ന വിശ്വാസമില്ലാത്തവരുമുണ്ട്. അപ്പോൾ നാം എങ്ങനെയാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം കണ്ടെത്തുന്നത് എന്നുള്ളത് നാം തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പലരും ലോകത്തിൽ മറ്റുള്ളവർ മുന്നിൽ വിശ്വാസിയാണ് എന്ന് കാണിച്ച് ജീവിക്കുന്നത് അതൊന്നും വിശ്വാസമല്ല. ദൈവത്തിൻ്റെ ആലോചനയിൽ പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയുള്ള വിശ്വാസമാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒന്ന് ദൈവവിശ്വാസം, രണ്ട് പ്രവൃത്തി ഉണ്ടാകും. അത് ദൈവമായുള്ള ബന്ധത്തിലുള്ളതാണ്. ദൈവമാണ് അത് കാണുകയും ദൈവമാണ് അനുഗ്രഹിക്കുകയും ചെയ്യുന്നത്. വിശ്വാസം പലരിലുമില്ല. പലരും പലവിധമായ കാര്യങ്ങളിൽ പറയുന്നതല്ലാതെ വിശ്വാസത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്ത സ്വന്തം അനേകരുണ്ടാകും. അതുകൊണ്ട്
ഇന്നത്തെ ചിന്താ വിഷയം എന്ന് പറയുന്നത് വിശ്വാസമുണ്ടെങ്കിൽ പ്രവർത്തികൾ. വിശ്വാസം നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. അവർക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് വിശ്വാസത്തിൽ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ഉദാഹരിക്കുന്നത് വിശ്വാസം കൊണ്ട് മാത്രമല്ല, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവ അനുഗ്രഹങ്ങളുണ്ടാകും. യാതൊരു സംശയമില്ല. ദൈവം ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്, ദൈവം നമ്മെ ദൈവഭാവത്തിൽ കൊണ്ടുവന്നത് ഇങ്ങനെയുള്ള ദൈവികമായ പ്രവൃത്തികൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട്. സ്തോത്രം. ഒരു ചത്ത വിശ്വാസമല്ല, മറിച്ച് ജീവൻ നൽകുന്ന സന്ദേശത്തിലുള്ള പ്രവൃത്തി വെളിപ്പെട്ടു വരുന്ന ദൈവകൃപ വ്യാപരിക്കണം. സ്തോത്രം. ദൈവം ഹല്ലേലൂയ തന്റെ കരമായി ചുവടിപ്പിക്കുന്ന ദൈവമാണ്. ജീവിതത്തിന്റെ മേഖലകളിൽ പ്രവൃത്തിയോടുള്ള വിശ്വാസം ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകും എന്ന് പറയാൻ ഞാൻ വിശ്വസിക്കുന്നു. ഈ നാടുകളിൽ പലർക്കും ഇല്ലാത്ത ഒരു അനുഭവമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നാം ആയിരിക്കും മണ്ഡലങ്ങളിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആലോചന ഏറ്റെടുത്ത് ജീവിക്കുന്നതാണ് ദൈവപ്രവൃത്തി. പൂർവ്വപിതാവായ അബ്രഹാം ഒരു ദൈവവിശ്വാസിയായി അബ്രഹാം യാത്ര ചെയ്യുന്ന ലോകത്തിനുണ്ടായിരുന്നു. ലോകത്തിന്റെ ബാധിക്കാതെ അബ്രഹാമിന്റെ ബാധിക്കാതെ തമ്മിൽ വടക്ക് നടന്നു. അങ്ങനെ അബ്രഹാം പറഞ്ഞു, ലോകത്തിനോട് പറഞ്ഞു, നീ വലത്തോട്ട് വലത്തോട്ട് എടുത്തോട്ട്. അവർ ഒന്നിച്ച് യാത്ര ചെയ്തെങ്കിലും അതേ വെച്ച് രണ്ടുപേരും ലോകത്ത് നല്ല സ്ഥലം നോക്കി തെരഞ്ഞെടുത്ത് പോയി പാർത്തു. അബ്രഹാം കൂടാരം പിടിച്ച് ദൈവത്തെ ആരാധിച്ച് പ്രവൃത്തിയോടുകൂടി ദൈവിക ആദരവിൽ ജീവിച്ചു പോകുന്നതായി കാണാൻ കഴിയും. ലോകത്ത് അങ്ങനെ എല്ലാവരും ലോകത്തിന്റെ ജീവിതത്തിൽ പ്രവൃത്തിയുണ്ടാകും. ദുർബലമായി താൻ കണ്ടതായ നീരുള്ള പ്രദേശം, ഫലപുഷ്ടിയുള്ള പ്രദേശം, അവിടെ കൂടാരം പിടിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ, എൻ്റെയും ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ ദൈവം നമ്മെക്കുറിച്ചുള്ളതായ വലിയ ആലോചന ഉണ്ട് എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആലോചന നമ്മെ വെളിപ്പെടുത്തി നമ്മെ സഹായിക്കാനുള്ള ദൈവം അല്ലി ചെയ്ത തിരുവചനങ്ങൾക്ക് ദൈവം മറുപടിത്തരുന്നത്. ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ കണ്ട് പോകുകയല്ല, മറിച്ച് വിശ്വാസത്തിൽ ചെയ്യുമ്പോൾ ദൈവം നമ്മെ സഹായിക്കുവാനായിരിക്കും. തന്റെ കറവായി ചെയ്യുവാനായിരിക്കും. വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം ശ്വാസം ജീവിതത്തിൽ ആയിരിക്കും. എങ്കിൽ മാത്രമേ
ദൈവ അനുഗ്രഹം ഉണ്ടാവും. പ്രവൃത്തിയോടുകൂടെയുള്ള വിശ്വാസം, കേവലം ഒരു വിശ്വാസം മാത്രം കൊണ്ടല്ല, പ്രവൃത്തിയോടുള്ള വിശ്വാസം ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവം നമ്മെ സഹായിക്കാനുള്ള പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നാമത്തിലുണ്ടാകും.